അല്ല മക്കളെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഓണപ്പരീക്ഷ നിങ്ങൾ കാണുമല്ലോ മക്കളെ. അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ മക്കളെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 7th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 48 ആൻഡ് ഇറ്റ്സ് 13th ടേം ഈസ് 66. അതായത് മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 48ഉം 13ാം പദം 66 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് ആദ്യം ചോദിച്ചത്, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്ര ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാട്ട് ഈസ് ദ 10th ടേം, 10ാം പദം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മക്കളെ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം, ആദ്യ പദം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ നമുക്ക് ചെയ്താലോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം മക്കളെ, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് അറിയാതെ ഒരിക്കലും എക്സാമിന് പോയത് മക്കളെ. അപ്പോൾ നമ്മളോട് പറഞ്ഞത് 7th ടേം 48ഉം 13th ടേം 66 എങ്ങനെ മക്കളെ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക. നമ്മൾ ഇക്വേഷൻ എന്താണ്, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. അതായത് പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. അങ്ങനെയാണ് മക്കളെ പദവ്യത്യാസം പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 66 മൈനസ് 48 എന്ന് എഴുതി കൂടെ, ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞാൽ എത്ര വരും മക്കളെ, 13 മൈനസ് 7 എന്ന് വരും. അതായത് 13 മൈനസ് 7 എത്ര മക്കളെ, 66 മൈനസ് 48 പറഞ്ഞാൽ നമുക്കറിയാം 18 എന്ന് വരും. ഡിവൈഡഡ് ബൈ 13 മൈനസ് 7 പറഞ്ഞാൽ 6 എന്ന് വരും. 18/6 എത്ര മക്കളെ, 18ൽ എത്ര 6 ഉണ്ട്, നമുക്കറിയാം 3 എണ്ണമാണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കിട്ടി, 3 എന്ന് കിട്ടി. എന്താ മക്കളെ നമ്മൾ അടുത്ത് ചോദിച്ചത്, 10ാം പദം കാണാനല്ലേ പറഞ്ഞ്. എങ്ങനെ നമ്മൾ 10th ടേം കണ്ടുപിടിക്കുക. നമ്മുടെ കയ്യിൽ എന്തുണ്ട് മക്കളെ, 7th ടേം ഇല്ലേ. 7th ടേമിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലും നമുക്ക് 10th ടേം കിട്ടുക. 7th ടേമിൻ്റെ കൂടെ 7ാം പദത്തിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 8ാം പദം കിട്ടും. 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ 9ാം പദം കിട്ടും. 3 പൊതുവ്യത്യാസം കൂട്ടിയാലോ 10th ടേം 10ാം പദം കിട്ടൂലേ. അങ്ങനെയാണെങ്കിൽ 10ാം പദം കാണാൻ 7th ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം മക്കളെ, 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അങ്ങനെയാണ് മക്കളെ 7th ടേം നമുക്ക് എത്ര തന്നിക്കണേ, 48 തന്നിട്ടില്ലേ, പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ 3 എന്ന് കണ്ടുപിടിച്ചു, ഈസ് ഈക്വൽ ടു 48 പ്ലസ്. മക്കളെ ശ്രദ്ധിച്ചോട്ടോ, എത്രയാണ് 3 ഇൻറ്റു 3 പറഞ്ഞാൽ 3 ഇൻറ്റു 3 നമുക്കറിയാം 9 ആണ്. 9 ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും, 57 ആൻസർ കിട്ടും. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10th ടേം 10ാം പദം എത്ര കിട്ടി, 57 കിട്ടി. ഇനി നമ്മളോട് 1ാം പദമല്ലേ കാണാൻ പറഞ്ഞ്. എങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. നമ്മൾ അതിൽ 7th ടേം ഉണ്ട്. 7th ടേമിന് എത്ര കോമൺ ഡിഫറൻസ് കുറച്ചാലും മക്കളെ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക. 7 എത്ര കുറച്ച, 7 1 കുറച്ച എത്ര മക്കളെ, 7 1 കുറച്ചാൽ നമുക്ക് 6 എന്ന് അറിയാം. അപ്പോൾ 7th ടേമിന് 6 കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. അതായത് ആദ്യ പദം കിട്ടും. അങ്ങനെയാണ് മക്കളെ 7th ടേം എത്രടാ, 48 അല്ലേ. 48 മൈനസ് 6 ഇൻറ്റു പൊതുവ്യത്യാസം നമുക്കറിയാം 3 ആണ്, ഈസ് ഈക്വൽ ടു 48 മൈനസ് 6 ഇൻറ്റു 3 എത്ര മക്കളെ, 18 അല്ലേ. ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും മക്കളെ, 48 എന്ന് 18 കുറച്ച് നമുക്ക് എത്ര കിട്ടും, 30 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 2 ടേംസ് 2 പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ, ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം ആദ്യ പദം കണ്ടുപിടിക്കാൻ ഇമ്പോർട്ടൻ്റ് മക്കളെ, നിങ്ങൾക്ക് എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു മക്കളെ, ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5n - 3. അതായത് മക്കളെ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n - 3 ആണ്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കണേ, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആദ്യ പദം കണ്ടുപിടിക്കണം. അടുത്ത ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അടുത്ത ഫൈൻഡ് ഈസ് 20th ടേം 20ാം പദം കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ പറഞ്ഞ xn ആണെന്ന് നമുക്കറിയാം. ബീജഗണിത രൂപം പറഞ്ഞ xn അല്ലേ. അത് നമുക്ക് എത്ര തന്നിക്കണു, 5n - 3. ഇതൊരു സീക്വൻസിന്റെ പൊതുവായ രൂപമാണ്. xnന്റെ ജനറൽ ഫോം തന്നിട്ട് ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത് മക്കളെ, ഇവിടെ n-ന്റെ പകരം 1 ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊരു ജനറൽ ഫോം, അതായത് ആൽജിബ്ര എക്സ്പ്രഷൻ തന്നിട്ട് ഫസ്റ്റ് ടേം കാണാൻ n-ന്റെ പകരം 1 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് മക്കളെ എന്താ ഇവിടെ വരിക, 5 ഇൻറ്റു n-ന്റെ പകരം 1 അല്ലേ, 1 മൈനസ് 3 ഈസിക്കൽ എത്ര വരും മക്കളെ, 5 ഇൻറ്റു 1 പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. മൈനസ് 3 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും, 2 എന്ന് ആൻസർ കിട്ടും. അതായത് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്ര കിട്ടി, 2 എന്ന് കിട്ടി. ഇനി അടുത്തത് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമല്ലേ കാണാൻ പറഞ്ഞത്. പൊതുവ്യത്യാസം കാണാൻ ഒന്നുമില്ല മക്കളെ. ആൽജിബ്ര എക്സ്പ്രഷൻ എന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ n-ന്റെ കൂടെ ഏതാ നമ്പർ നോക്കുക. n-ന്റെ കൂടെ ഏതാ സംഖ്യ മക്കളെ, 5 അല്ലേ. അതുകൊണ്ട് എഴുതി വെച്ചാൽ മതി. നേരെ 5 എന്ന് എഴുതി വെച്ചാൽ നമുക്ക് 1 മാർക്കാ മക്കളെ, സിമ്പിൾ അല്ലടാ. അപ്പോൾ നമുക്ക് n-ന്റെ കൂടെ അല്ലേ നമ്പർ എന്ത് കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. ഇനി 20ാം പദം കാണാൻ എന്താ ചെയ്യുക മക്കളെ, നമ്മൾ ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്തിരുന്നത്, 1ാം പദം കാണാൻ എന്താ ചെയ്തത്, n-ന് 1 ഇട്ട് കൊടുത്തില്ലേ. അങ്ങനെയാണ് 20th ടേം കാണാനോ 20ാം പദം കാണാൻ എന്താ ചെയ്യുക, n-ന് 20 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോമിൽ 5 ഇൻറ്റു n-ന് വരെ എന്ത് ഇട്ട് കൊടുക്കുക, 20 ഇട്ട് കൊടുക്കുക. 20 മൈനസ് 3 ഈസിക്കൽ 5 ഇൻറ്റു 20 പറഞ്ഞാൽ എത്ര മക്കളെ, 5 ഇൻറ്റു 20 പറഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. 100 മൈനസ് 3 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും, 97 കിട്ടും. 97 എന്ന് ആൻസർ കിട്ടും. സെറ്റാണോ മക്കളെ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോളാം. എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ചിത്രത്തിൽ O എന്താണ്, വൃത്ത കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ ADC പറഞ്ഞ കോൺ എത്ര മക്കളെ, 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, ഫൈൻഡ് ആംഗിൾ B. കോൺ B കണ്ടുപിടിക്കണം മക്കളെ. നമുക്ക് കോൺ B കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം മക്കളെ, നോക്കടാ. AB വ്യാസം
പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ എ ബി വ്യാസം എന്നല്ല ഓ സെന്റർ പറഞ്ഞ് നമുക്കറിയില്ല എ ബി വ്യാസമല്ലേ, സെന്റർ കൂടി കടന്നു പോകുന്ന വരെയല്ലേ നമ്മൾ ഡയാമീറ്റർ വ്യാസം എന്ന് വിളിക്കുക. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ നോക്കണം, എയും ബിയും വൃത്തത്തിലെ ബിന്ദുക്കളാണ് അല്ലേ മക്കളെ, സർക്കിളിലെ പോയിന്റ്സ് അല്ലേ. അതേപോലെ ഇവിടെ നോക്കണം, സിയും ഡിയും സർക്കിളിലെ പോയിന്റ്സ് അല്ലേ, വൃത്തത്തിലെ ബിന്ദുക്കളല്ലേ. അങ്ങനെയാണ് മക്കളെ എ ബി സി ഡി എന്ത് കോഡിലാറ്ററലാ, ഇതൊരു സൈക്ലിക് കോഡിലാറ്ററലല്ലേ, ചക്രീയ ചതുർഭുജല്ലേ. എന്താ മക്കളെ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും, എതിർ കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണ് മക്കളെ ഇത് 120 തന്നിട്ടില്ലേ, അങ്ങനെയാണ് ആംഗിൾ ബി എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ, നമുക്ക് കോൺ ബി കണ്ടുപിടിക്കാൻ അറിയാം, രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടും. 180 ആംഗിൾ ഡി എത്ര തന്നിക്കണു, 120 തന്നിട്ട് ഈസിക്കൽ എത്ര മക്കളെ നമുക്ക് 60 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും മക്കളെ, ആംഗിൾ ബി 60 ഡിഗ്രി കിട്ടും. ഏത് കൺസെപ്റ്റ് വെച്ചാൽ മക്കളെ, സൈക്ലിക് കോഡിലാറ്ററൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അടുത്ത മക്കളെ ശ്രദ്ധിച്ചോട്ടോ, ആംഗിൾ എ സി ബി. മക്കളെ ഇത് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണടാ, കോൺ എ സി ബി എത്ര കാരം. ഇത് കാണുമ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷൻ ആവും, നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല സാറേ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ മക്കളെ നമുക്ക് ഓ സെൻറ്റർ തന്നിട്ടുണ്ട്, ഓ കേന്ദ്രമാണെങ്കിൽ എ ബി വ്യാസമാണ്, എ ബി ഡയാമീറ്റർ ആണ്. എ ബി ഡയാമീറ്റർ ആണെങ്കിൽ മക്കളെ ഇതൊരു അർദ്ധവൃത്തല്ലേ, സെമി സർക്കിൾ അല്ലേ. എത്ര മക്കളെ സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലേക്ക് 90 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ ഈ ആംഗിൾ എത്രയാടാ, 90 ഡിഗ്രി എന്ന് വരും. ഏത് കൺസെപ്റ്റ് വെച്ചിട്ട്, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി. അപ്പോൾ നമുക്കിത് എത്ര കിട്ടി, 90 ഡിഗ്രി എന്ന് കിട്ടി. എത്ര കിട്ടി മക്കളെ, നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. അടുത്ത നമ്മളോട് ഏത് ചോദിച്ചാൽ ആംഗിൾ ബി എ സി. ബി എ സി പറഞ്ഞ ഈ കോണല്ലേ, ഈ ആംഗിളല്ലേ നമ്മളോട് ചോദിച്ചാൽ. മക്കളെ ഒരു ട്രയാംഗിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്ര കരം, അകക്കോണുകളുടെ തുക എത്ര കരം, മൊത്തം കൂട്ടുമ്പോൾ സാറേ ഞങ്ങൾക്ക് 150 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് 60 കണ്ടുപിടിച്ചു, ഇത് എത്ര 90 കണ്ടുപിടിച്ചു, ബാക്കി എത്ര കരം മക്കളെ, മൊത്തം 150 നമുക്കറിയാലോ. 150 ഇത് എത്ര മക്കളെ, ഇത് 60 പ്ലസ് 90 അല്ലേ, 60 പ്ലസ് 90 ഇസിക്കൽ എത്ര കിട്ടൂടാ, 180 മൈനസ് 150 ഇസിക്കൽ നമുക്ക് എത്ര കിട്ടും മക്കളെ, 180 150 കുറച്ചാൽ നമുക്ക് 30 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും, 30 ഡിഗ്രി കിട്ടും. അതായത് ഈ ആംഗിൾ എത്ര കിട്ടി, ഈ കോണ് നമുക്ക് 30 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മക്കളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, ഇല്ലാത്തൊരു ഓണ പരീക്ഷ ഉണ്ടാവില്ല മക്കളെ, അത്ര ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, ശ്രദ്ധിച്ചോ മക്കളെ. നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് സാധ്യതകൾ ഗണിതം പറഞ്ഞ ചാപ്റ്ററിന് ഒരു ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ മാപ്പ് നിങ്ങൾ കാണില്ല. ഒരു ഫിഗർ തന്നിട്ട് നമ്മളോട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും, സാധ്യത കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്, ജാമിതീയ സാധ്യത പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ, ഇൻ ദ ഫിഗർ സ്മോൾ സ്ക്വയേഴ്സ് ഓഫ് ഈക്വൽ സൈസ് ആർ ഡ്രോൺ ആൻഡ് ഷെയ്ഡഡ് ഇൻ ദ ലാർജർ സ്ക്വയർ. അതായത് മക്കളെ വലിയൊരു സമചതുരം ഉണ്ട്, ചിത്രത്തിൽ വലിയ സമചതുരത്തിനകത്ത് ഒരേ വലുപ്പമുള്ള സമചതുരങ്ങൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താ നമ്മളോട് പറഞ്ഞു, പിന്നെ ഫസ്റ്റ് പറഞ്ഞു ഹൗ മെനി സ്ക്വയേഴ്സ് ക്യാൻ ബി ഡ്രോൺ in this large square with the same size as that of small squares including the shaded region. അതായത് മക്കളെ വലിയ സമചതുരത്തിനകത്ത് ഇതുപോലെ എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടാക്കാം, എന്ത് ഷെയ്ഡ് ചെയ്തത് ഉൾപ്പെടെ എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കടാ, നമുക്ക് ഇതിനെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ജാമിതീയ സാധ്യത എങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കല്, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കടാ. ആദ്യം ഇതിനെ ഒരേപോലെ ആക്കാൻ പറ്റുമോ നോക്കുക, നമ്മളോട് ഇതിൽ എത്ര ഒരേപോലത്തെ വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കൊന്ന് വരച്ചുകൂടെ മക്കളെ, നിങ്ങളുടെ ലോജിക് ആട്ടത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് വേണം നിങ്ങൾ വരക്കാൻ, എല്ലാതും ഒരേപോലെ ആവില്ല. ഇത് നമുക്ക് തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുല്യ ഭാഗങ്ങളായിക്കൂടെ. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ചെറിയ സമചതുരം സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടാവുന്നത്, ഇൻക്ലൂഡിങ് ഷെയ്ഡഡ് റീജിയൻ ഉൾപ്പെടെ എത്ര എണ്ണം ഉണ്ട് മക്കളെ, നമുക്കിടെ മൊത്തം 1 2 3 4 5 6 7 8 9 ചെറിയ സമചതുരങ്ങളിൽ എത്ര മക്കളെ, ടോട്ടലി 9 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്, 9 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് മക്കളെ എന്താ ബി ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മളോട്, ഇഫ് യു പുട്ട് എ ഡോട്ട് ഇൻ ദിസ് ഫിഗർ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് വുഡ് ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്. അതായത് മക്കളെ വലിയ സമചതുരത്തിനകത്ത് ഇതുപോലെ എത്ര ഉണ്ടാക്കാൻ നമ്മൾ ചെയ്തു, അടുത്ത് കണ്ണടച്ചൊരു കുത്തിട്ടാൽ കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ മക്കളെ നോക്കണം, ഇവിടെ ടോട്ടൽ ഈക്വൽ പാർട്സ് എത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യതയല്ലേ ചോദിച്ചാൽ നമ്മളോട് മക്കളെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള നമുക്ക് അറിയേണ്ടത് ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, ടോട്ടൽ 9 എണ്ണല്ലേ, 9 ഈക്വൽ പാർട്സ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തല്ലേ, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്ര മക്കളെ, 1 2 3. അപ്പോൾ സാധ്യത എത്ര കിട്ടി നമുക്ക്, 3/9 എന്ന് കിട്ടി. ഇതിന് 3 കൊണ്ട് വാങ്ങി ഒന്ന് ചെറുതാക്കി നമുക്ക് 3 ൽ 3 എത്ര വട്ടാണ്, ഒരു വട്ടം, 9 ൽ 3 വട്ടം. അപ്പോൾ ആൻസർ എത്ര കിട്ടി മക്കളെ, 1/3 എന്ന് കിട്ടി മക്കളെ. അപ്പോടാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത എന്ത് കാണൂല മക്കളെ, നിങ്ങൾ ഓണപ്പരീക്ഷ കാണൂല, അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ലൈവിൽ പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് റിവിഷൻ വിത്ത് ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് നമ്മുടെ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും എന്തിൽ വരണം, ലൈവിൽ വരണം. ബാക്കി എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കാണാം മക്കളെ, ലൈവിൽ കാണാം കേട്ടോ. ബൈ ബൈ.